പുരുഷന്മാരെ തൊട്ട് നിങ്ങൾ കണ്ണ് ചിമ്മണം സ്ത്രീകളെ. വലാ യുബ്ദീന സീനതഹുന്ന. അത് ജാറത്തിലേക്ക് വരികയാണ് ഈ കമ്മിറ്റിക്കാര്. ദഹിച്ചില്ലെങ്കിലും ഉണ്ടെങ്കിലും ആ ഒരു കാലഘട്ടമാണ്. ദീന് പറയാൻ പാടില്ല, ദീന് പറയാൻ പാടില്ല. ഞങ്ങളെ ഭരിക്കും, ഞങ്ങളുടെ തലേ കയറി ഞെരങ്ങാന്നാ ചോദിക്കുന്നത് ഓരോരുത്തർ. മൊയ്ലിയമാരെ തലേ കയറി ഞെരങ്ങാണത്രേ. ദീന് പറയാൻ പാടില്ല. ആലിമീങ്ങളെയും സാലിഹീങ്ങളെയും പണമെടുത്തുകൊണ്ട് വഖഫിന്റെ സ്വത്തുക്കൾ അനധികൃതമായി പെരുമാറുമ്പോൾ അത് പറയാൻ പാടില്ലത്രേ. പറയും, വിളിക്കണ്ടെന്ന് വെച്ചു. ഇൻഷാ അല്ലാഹ് കൊക്കിൽ ജീവനുള്ള കാലത്തോളം ഞങ്ങൾ പഠിച്ച ഹഖ് തുറന്നു പറയുക തന്നെ ചെയ്യും. ദർസ് മുടക്കിയാലും ചെലവ് മുടക്കിയാലും എന്ത് തമ്മാടിത്തരങ്ങൾ നിങ്ങൾ ചെയ്താലും ഭരണാധികാരികളെ, കമ്മിറ്റിക്കാരെ, അല്ലാഹുവിന്റെ ദീൻ ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. നിങ്ങൾ ഞങ്ങളെ കൊന്നാലും ശരി. ഞങ്ങളുടെ മുൻഗാമിയായ മഹാനായ ഹിജ്റ 250കളിൽ ജീവിച്ച മഹാനായ ഇബ്നു ജരീർ തുബ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഊർജ്ജമാണ് ഞങ്ങൾക്ക് പ്രചോദനം. ദീന തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാര് തന്നെ അദ്ദേഹത്തെ ആക്രമിച്ചു. അവസാനം കൊലപ്പെടുത്തി. മെയ്യത്ത് മറമാടാൻ വേണ്ടി മക്കളും കുടുംബക്കാരും ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ വടിയും കുന്തവുമായി വന്ന് തടഞ്ഞു. ഇവൻ കാഫിറാണ്, ഇവൻ മുർത്തദാണ്, ഇവന്റെ മെയ്യത്ത് ഈ പൊതു ശ്മശാനത്തിൽ ഞങ്ങൾ മറവീശിയില്ല. ഇതൊക്കെ കണ്ടു പഠിച്ചവരാ ഞങ്ങള്, അത് കേട്ടവരാ. നിങ്ങളെ ദർസ് മുടക്കലോണ്ടും നിങ്ങളുടെ ചെലവ് മുടക്കലോണ്ടും നിങ്ങളുടെ ആക്ഷേപവും അധിക്ഷേപവും പരിഹാസവും ഉണ്ട് എന്ന് മനസ്സിലാക്കി ദീന് പറയാതിരിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. അള്ളാഹുവിന്റെ ദീന് അതിവിടെ നിലനിൽക്കുന്ന കാലത്തോളം, അതിവിടെ ഉള്ള കാലത്തോളം, ഞങ്ങൾക്ക് ജീവനുള്ള കാലത്തോളം തുറന്നു പറയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കമ്മിറ്റിക്കാരോടും ഞാൻ പറയുന്നു, ഭരണകൊല്ലം വിളിക്കണ്ട, വിളിക്കണമെന്നുമില്ല. ജാറത്തിലേക്ക് പെണ്ണുങ്ങൾ വരുമ്പോൾ കാശല്ലേ എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ദീന് മറന്നുകൊണ്ട് വരണ്ട. അവർക്ക് വേണ്ട മറകളും ഒത്താശകളും ചെയ്തു കൊടുക്കണം. ഇന്ന് വരണ്ട എന്ന് വെച്ചൂടെ? അത് നമുക്ക് തടയാൻ അധികാരമില്ല. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങള് അവിടുത്തെ തുഹ്ഫയിൽ പറയുന്നുണ്ട്, സാധാരണക്കാരന്റെ ഖബർ സിയാറത്ത് ചെയ്യൽ, ഉപ്പാടി ഉമ്മാടിയൊക്കെ ഖബർ സിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്ക് സുന്നത്തില്ല, കറാഹത്താ. അബലകളും ദുർബല ഹൃദയരുമായത് കൊണ്ട് തന്നെ അങ്ങനെ പള്ളിക്കാടുകളിലും പൊതു ശ്മശാനങ്ങളിലും ചെന്നുകൊണ്ട് മാതാപിതാക്കളും മറ്റും കുടുംബാംഗങ്ങളുമായ സാധാരണക്കാരെ സിയാറത്ത് സുന്നത്തില്ല, കറാഹത്താ. അവർക്ക് ചെയ്യേണ്ട സദഖകളും ഖുർആനൊക്കെ വീട്ടിൽ വെച്ച് ചെയ്താലും ലഭിക്കും. ഇന്ന മഹാന്മാരുടെ അവിടേക്ക് പോകണ്ടല്ലോ, അത് കായിട്ടണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പരിഹസിക്കാറുണ്ട് മുബ്തദിഉകൾ, നിരീശ്വരവാദികൾ, ലിബറലിസ്റ്റുകൾ. അവർക്ക് എന്തുമാവാം. അതേ സമയത്ത് ചില മഹല്ലുകൾ നടക്കുന്നത് മരണപ്പെട്ടു പോയവരെ കൊണ്ടാണ്, അല്ലേ? നമുക്കറിയാലോ, മഹാനായ അഹ്മദ് മുസ്ലിയാരെ കൊണ്ടാണ് ഈ മഹല്ല് 114 കൊല്ലമായി, ചുരുങ്ങിയത് ഒരു 40 കൊല്ലമായി ഞാൻ കാണുന്നു. അതിന് എത്രയോ മുമ്പ് തുടങ്ങിയതാവും. അവിടേക്ക് വരുന്ന നേർച്ചപ്പണം കൊണ്ടാണ് നമ്മുടെ മഹല്ലും നമ്മുടെ കോളേജും നമ്മുടെ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ കാശ് കിട്ടാൻ വേണ്ടി അല്ലാഹുവിന്റെ ദീൻ മറന്നുകൊണ്ട് തലമറക്കാതെ അന്യപുരുഷന്മാരോട് കൂടുതൽ ഇടപഴകുന്ന നിലക്ക് നമ്മുടെ ജാറങ്ങളിലേക്ക് പെണ്ണുങ്ങൾ വരുന്നത് നാം നിരോധിക്കണേ. ആ കാശ് നമുക്ക് വേണ്ട, ആ കാശ് വേണ്ട. കിട്ടിയതിനുള്ള വികസനം നടത്തിയാൽ മതി. ഞങ്ങൾക്ക് വികസനം നടത്തിയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കണ്ടേ? ഉള്ളതിനടുത്ത് ചെയ്താൽ മതി. നിങ്ങളെ കിട്ടുന്നതിനനുസരിച്ച് വികസനം നടത്തിയാൽ മതി. നാട്ടുമുഖം വികസനം അടക്കൊക്കെ ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് ഫോട്ടത്തിൽ ഞാൻ ഇങ്ങനെ വരണം. ഈ തനിച്ച കിബറും അഹങ്കാരവുമാണ് വഖഫ് സ്വത്തുക്കളും പൊതു സ്വത്തുക്കളും ഉപയോഗപ്പെടുത്തുന്ന സർവ്വ കമ്മിറ്റിക്കാരുടെയും മനസ്സിലുള്ളത് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെറുതെ പറയുന്നതല്ല, അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. അതുകൊണ്ട് ആരും വെറുപ്പ് കരുതണ്ട. ഈ ചിന്താഗതിയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ രാജിവെച്ചിറങ്ങി പോകുക, അല്ലെങ്കിൽ ജീവിതം നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക. അധികാരമോഹം വെടിഞ്ഞ് അല്ലാഹുവിന്റെ ദീനിന്റെ ഉലമാവും സാലിഹീങ്ങളുമാണ്, അവരുടെ മഖ്ബറയിൽ വരുന്ന പണമാണ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. അത് ഹറാമിലേക്ക് വിനിയോഗിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചതിന്റെ മാർഗത്തിൽപ്പെട്ടതാണ് സ്ത്രീകളുടെ ഈ പേക്കൂത്തും കാര്യങ്ങളൊക്കെ. അപ്പൊ ദീന് പറയേണ്ടത് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ ചോദിച്ചോ, ആകാശം ഇടിഞ്ഞു വീഴോ? ഈ പണ്ഡിതന്മാര് വിവരമില്ലാതെ ഓരോന്ന് പറയുന്നു. ഇപ്പൊ പണ്ഡിതന്മാരല്ല പറയുന്നത്, സാക്ഷാൽ സാംസ്കാരിക നായകന്മാരായ സിനിമക്കാര് തന്നെ പറയാണ് ഇത് വല്ലാത്ത അപകടമായി പോയി. കേസും കൂട്ടവും അതേ കൊലക്കണക്കിന് കേസുകളും മറ്റും വന്നുകൊണ്ടിരിക്കുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് മനസ്സിലാക്കി ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആ മാർഗം നമ്മളോട് അല്ലാഹു 17 തവണ ചോദിപ്പിക്കുന്ന മാർഗമാണ് അഹ്ലുസ് സുന്ന. അതിലെ വിളക്ക് മാടങ്ങളാണ്, അതിലെ പവർ ഗ്രൂപ്പുകളാണ് അമ്പിയാക്കന്മാർ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങൾ, ലാസ്റ്റ് പറയുന്ന സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, മഹത്തുക്കൾ. ആ മഹത്തുക്കളിൽപ്പെട്ട മഹാനാണ് മഹാനായ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. മഹാനവറുകളുടെ ദർജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. ആ മഹത്തുക്കളുടെ മാർഗം മുറുകെ പിടിച്ചു പോവുക. അതിനെതിർ പ്രവർത്തിക്കുന്നവർ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ ഔലിയാക്കന്മാർ, എന്റെ മഹത്തുക്കൾ, ഇഷ്ടദാസന്മാർ, അവരോടാരെങ്കിലും യുദ്ധം പ്രഖ്യാപിച്ചാൽ, അല്ല ആരെങ്കിലും എതിർ പ്രവർത്തിച്ചാൽ, അവരെ പരിഹസിക്കാനും ആക്ഷേപിക്കാനും ഒരുങ്ങിയാൽ, ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചു. അള്ളാഹ് യുദ്ധം പ്രഖ്യാപിക്കാന്ന് പറഞ്ഞതേ, ഞാൻ സുഖമായിട്ട് ജീവിക്കണ്ടല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ, എനിക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ, എനിക്ക് എവിടെയും വിജയാണല്ലോ. നിന്റെ ഇപ്പോഴത്തെ വിജയമല്ല, ഈമാനില്ലാതെ ചത്തുപോകും, ഈമാനില്ലാതെ ചത്തുപോകും എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നാം അള്ളാഹുവിന്റെ ദീൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിലൂടെ നമുക്ക് വരച്ചു കാണിച്ച് തന്ന ആ മുൻഗാമികളുടെ പാതയാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ. അതിൽ മുറുകെ പിടിച്ച് ദീനിയായ കാര്യങ്ങൾക്ക് മുൻഗണന നൽകി, അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുമുതലെടുത്ത് ചെലവാക്കുമ്പോൾ പ്രത്യേകിച്ചും ഇവിടൊക്കെ വരുന്ന പണം അത് ഒന്നാമത്തെ ദർസിന് തന്നെയാണ്, അറബിക് കോളേജിനാണ്. ഇത് ഉദ്ദേശിച്ചുകൊണ്ടാണ് പാവപ്പെട്ട മോമിനീങ്ങൾ ഈ 10ഉം 100ഉം 1000 ഇവിടെ കൊടുത്തിരുന്നത്. അത്തരം കാര്യങ്ങൾക്ക് മുൻഗണന നൽകണം. മഹല്ലത്ത് ഭരണാധികാരികൾ മുൻഗണന നൽകുന്ന ഇസ്ലാമിക കാര്യങ്ങൾക്ക്, മറ്റൊന്നും വേണ്ട എന്നതിനർത്ഥമില്ല. കാരുണ്യ പ്രവർത്തനത്തിനും സാമൂഹ്യ പ്രവർത്തനത്തിനും ഞാൻ ഒരിക്കലും എതിരല്ല, അതൊക്കെ നടത്തേണ്ടതാണ്. പക്ഷേ അത് നടത്താൻ ഇവിടെ അതാത് രാജ്യത്തെ ഗവൺമെന്റുകളുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്, അങ്ങനെ ഒരുപാട് വിഭാഗം അത് നടത്താറുണ്ട്. ദീന് നടത്താൻ നമ്മളേ ഉള്ളൂ. അതുകൊണ്ട് അത് നടത്തിയിരുന്ന നേതാക്കന്മാരുടെ ഹദ്റത്തിലേക്ക് വരുന്ന പണം കൊണ്ട് സുന്നത്ത് ജമാഅത്തിന് ഉതകുന്ന ദീനിയായ പ്രവർത്തനങ്ങൾ, പള്ളിയിലെ ഇമാമിന് ശമ്പളം വളരെ കുറവ് കൊടുക്കാൻ വലിയ മടിയാണ്. മറ്റുള്ളതൊക്കെ നടത്താനും എല്ലാത്തിലും ഇങ്ങനെ ആദരിക്കാനും ബഹുമാനിക്കാനും മറ്റേനും സമ്മേളനം നടത്താനും ഒക്കെ ഉഷാറാ. അവിടൊക്കെ എന്റെ ഫോട്ടം വരുവേ, അവിടൊക്കെ എനിക്ക് ആളാവാലോ. മതത്തിന്റെ ജീവനക്കാർക്ക് അവർക്ക് ഒരു 10 പൈസ കൂടുതൽ കൂടെ അതൊരു കമ്മിറ്റിക്കാർക്ക് ആണ് ദഹിക്കൂല, അത് അത്ര മതി. അവിടെ അളന്ന് മുറിച്ച് ഇതാക്കുകയാണ് മഹാന്മാരെ. അവരെ കുടിയെന്ന് കൊണ്ടുവരുന്ന കാര്യമാണ്. വീട്ടിൽ നിന്നേ ഓരോന്നിനും ദർസിന് എന്നിട്ട് വേറെ പൈസ, അത് വേറെ തന്നെ വെക്കണം, അതിന്റെ കണക്ക് വേറെ തന്നെ വെക്കണം, സലാത്തിന് വേറെ, ഇതൊക്കെ പാടെ പെട്ടിയേ വേറെ ഉള്ളൂ, ബാക്കിയൊക്കെ പാടെ എടുത്തിട്ട് കൂട്ടിന് ഒന്നായിട്ടാ. ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞത്, വെളിയങ്കോട്ട കാര്യമല്ല, കുമ്മിപ്പാലത്തൊക്കെ അങ്ങനെയെന്നാ പറഞ്ഞേക്കാം എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പൊ അതുകൊണ്ട് അവിടൊക്കെ ഹക്കും ബാത്തിലും ഇല്ലാത്തവർ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യരുത്. സ്കൂള് ഭരിച്ചോളി പോയിട്ട് ടീച്ചർമാരൊപ്പം നിന്ന് ഫോട്ടോ എടുത്തോളൂ. നിങ്ങൾക്ക് അതേ നടക്കുള്ളൂ, അതേ പറ്റുള്ളൂ. ദീനുമായി നിങ്ങൾ രംഗത്ത് വരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ മഹല്ലുകളെ ഭരിക്കാൻ വരുന്നുവെങ്കിൽ പരിശുദ്ധ ദീനിന് മുൻഗണന നൽകണം. അല്ലെങ്കിൽ റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും, അതിൽ യാതൊരു സന്ദേഹവുമില്ല. ദീനനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. തഖ്വാധിഷ്ഠിത ജീവിതം നയിച്ചത് കൊണ്ടാണ് മഹാന്മാരായത്. 114 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, ഈ മോമിനീങ്ങൾക്ക് ദിക്റും സലാത്തും ചെല്ലാൻ മാനു തങ്ങൾ നേതൃത്വം നൽകാൻ വന്നത് മഹാനവറുകളുടെ ദീനീ പ്രവർത്തനത്തിന്റെ ജ്വലയാ, കെട്ടടങ്ങാത്ത ജ്വല. അവരെ ബഹുമാനിക്കലും ആദരിക്കലും നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ടാ ഇമാം ഇബ്നു ഹജൽ ഹൈതമി തങ്ങൾ പറഞ്ഞത്, ബറക്കത്തിന് വേണ്ടിയും സിയാറത്തുണ്ട്, ആഖിറത്തെ ഓർക്കാനുണ്ട്, അതേപോലെ തന്നെ ബറക്കത്തിനുള്ള സിയാറത്തുണ്ട്. അവിടെ സ്ത്രീകൾക്ക് സ്വാലിഹീങ്ങൾ, അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സിദ്ദീഖീങ്ങളുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യാം പൂർണ്ണ അദബോടുകൂടെ, ഔറത്ത് മറച്ചുകൊണ്ട്. എന്നിട്ട് മഹാനായ ഇബ്നു ഹജൽ ഹൈതമി തങ്ങൾ അവിടുത്തെ തുഹ്ഫയിൽ പറയുന്നത് കാണാം, യസ്ലു മദദുഹും ഇലസ്സായിരീൻ. കാരണം എന്താണ്? അവരുടെ അനുഗ്രഹം മദദ് സിയാറത്ത് ചെയ്യുന്നവരിലേക്ക് ചേരുന്നതാണ്. ലാ യുൻകിറുഹു ഇല്ലൽ മുഹ്റമൂൻ. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആട്ടിയോടിക്കപ്പെട്ടവരല്ലാതെ അതിനെ നിഷേധിക്കുകയില്ല. പക്ഷേ അവിടെ വരുമ്പോൾ ഹറാം ഉണ്ടാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വയനാട്ടിൽ ഒരൊറ്റ രാത്രി കൊണ്ട് പടച്ച തമ്പുരാൻ കിടന്നുറങ്ങുമ്പോൾ സന്തോഷത്തോടെ മനക്കോട്ടകൾ കെട്ടിക്കിടന്നവർ നേരം വെളുത്തപ്പോൾ അഡ്രസ് ഇല്ല, ഇപ്പോഴും കിട്ടാത്തവരുണ്ട്, 100 കണക്കിന് ആൾക്കാര്. പലരും ഗൾഫിൽ നിന്ന് വന്ന് വീട്ടിൽ ആരും ബാക്കിയില്ല. ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ കണ്ടത്. അതുകൊണ്ട് അഹങ്കരിക്കേണ്ട.
ദീനുമായി പ്രത്യേകിച്ചും കളിക്കണ്ട. അത് ദുനിയാവിൽ തന്നെ അനുഭവിക്കും. വഖഫ് സ്വത്തുമായി തീരെയും കളിക്കണ്ട. അള്ളാഹു വെറുതെ വിടില്ല. പറയുന്നവരോട് നിങ്ങൾക്ക് വാശിയും വൈരാഗ്യം ഇതൊക്കെ നടത്താം, അത് നടത്തിക്കോളെ. പക്ഷേ റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ കൈകെട്ടി മറുപടി പറയേണ്ടി വരും കേട്ടോ. അർഹമർ റഹീമീനായ തമ്പുരാൻ മഹത്തുക്കളെ മാർഗം പിൻപറ്റി നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ദീനിന് മുൻഗണന നൽകാൻ, ഇൽമിന് മുൻഗണന നൽകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.